ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്ദ്യ കുര്യാക്കോസ് മാർ ക്ലെമിസ് മെത്രാപ്പോലീത്ത അവറുകൾ, ഏറ്റവും ആദരണീയനായ മലങ്കര സഭയുടെ അധ്യക്ഷൻ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാവ അവറുകൾ, ഇവിടെ നമ്മളെല്ലാം ഓർഡർ ഓഫ് സെൻറ്റ് ജോർജ് നൽകി ആദരിച്ച റവറൻ കെ ഫിലിപ്പ് റമ്പാനച്ചാൻ, റവറൻ സിൽവാനോസ് റമ്പാനച്ചാൻ, ഡോക്ടർ ജോർജ് ജോസഫ്, ഡോക്ടർ സജി ചാക്കോ, അഡ്വക്കേറ്റ് ബാബുജി കോശി, ഡോക്ടർ ജോർജ് വർഗീസ് കുപ്പാറ, ശ്രീ രാജു ഡാനിയൽ അച്ഛൻ, അഡ്വക്കേറ്റ് അനിൽ പി വർഗീസ്, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ചന്ദനപ്പള്ളി വലിയ പള്ളിയുടെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കേന്ദ്രമായി, ആഗോള തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ചന്ദനപ്പള്ളി. ആ തീർത്ഥാടന കേന്ദ്രത്തിൽ നിരവധി ആളുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ വന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തിയിട്ട് തിരിച്ചു പോകുമ്പോൾ മനസ്സിനൊരു സന്തോഷവും ഒരു കുളിർമയും ആശ്വാസവുമാണ് ജനങ്ങൾക്ക് ലഭിക്കുന്നത്. ചന്ദനപ്പള്ളി വലിയ പള്ളി ഈ പ്രദേശത്തിന് മാത്രമല്ല, നമ്മുടെ ജില്ലയ്ക്കാകെ ഭാഗ്യം ലഭിച്ച, ഈ നാടിനാകെ ഐശ്വര്യം നൽകുന്ന ഒരു ദേവാലയമാണ് ഈ ദേവാലയം. നമ്മുടെ നാടിന് ഐശ്വര്യം നൽകുമ്പോൾ, നമ്മുടെ ജനങ്ങൾക്ക് ഐശ്വര്യം നൽകുമ്പോൾ തീർച്ചയായും നമുക്കെല്ലാം വേണ്ടുന്നത് സ്നേഹമാണ്, ഐക്യമാണ്, യോജിപ്പാണ്. നമ്മുടെ സമൂഹത്തിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ജനങ്ങൾ എത്തിച്ചേരുമ്പോൾ ഒരൈക്യമുണ്ടാകുന്നു. പക്ഷെ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ ആ ഐക്യവും യോജിപ്പും കാണുന്നില്ല. ആ ഐക്യവും യോജിപ്പും നമുക്കുണ്ടാവണം. കുടുംബമാണ് നമുക്ക് വലുത് എന്ന ചിന്ത നമുക്കുണ്ടാകണം. സ്നേഹമാണ് നമുക്ക് ആവശ്യമെന്ന ചിന്ത ഉണ്ടാകണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ആ പ്രാർത്ഥനയോടൊപ്പം എല്ലാവരെയും സ്നേഹിക്കാനുള്ള ശക്തി മനസ്സും ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. ഇവിടെ അതിനേറ്റവും നല്ല ഉദാഹരണം നമ്മൾ വേറെ എങ്ങും പോണ്ട. നമ്മളിവിടെ ആദരിച്ച ബഹുമാനായ ഫിലിപ്പ് റമ്പാനച്ചൻ, അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഒരുപക്ഷെ നമുക്കെല്ലാം മാതൃക അദ്ദേഹമാണ്, മാതൃകയാകേണ്ടത്. അദ്ദേഹം ഒറീസയിലും മധ്യപ്രദേശിലും ആന്ധ്രാപ്രദേശിലും കേരളത്തിലും ഇന്ത്യക്ക് പുറത്തും പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ട് മനുഷ്യ സ്നേഹത്തിന്റെ നിറകുടമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഏതൊരു വെല്ലുവിളികളെയും നേരിടാൻ നമ്മുടെ മനസ്സിന് കഴിയും. അതാണ് മനസ്സ്. മനസ്സ് എവിടെയാണ് എന്ന് തൊട്ട് കാണിക്കാൻ നമുക്കറിയില്ല. പക്ഷേ ആ മനസ്സ് ശരിയായ വഴിയിൽ ചിന്തിച്ചാൽ, നേരായ വഴിയിൽ ചിന്തിച്ചാൽ എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാൻ കഴിയും. അതാണ് നമ്മുടെ റമ്പാനച്ചാൻ. അദ്ദേഹത്തിന് ഇവിടെ നമ്മൾ ആദരിച്ചു, സെന്റ് ജോർജ് അവാർഡ് നൽകി. പ്രായം ചെന്നിട്ടും ഇവിടെ നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞു, അസുഖബാധിതനായിട്ട് പോലും അദ്ദേഹം അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട്
സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തയ്യാറായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇന്ന് എത്ര പേർ അങ്ങനെ കഴിയുന്നു, എത്ര പേർക്ക് അങ്ങനെ കഴിയുന്നു എന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട കാലം കൂടിയാണ് ഈ കാലം. മനുഷ്യന്റെ മനസ്സിലൊന്ന് സ്നേഹമില്ലാതായിക്കൊണ്ടിരിക്കുന്നു, കുടുംബമില്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ അധ്യക്ഷനായിട്ടുള്ള ഏറ്റവും ബഹുമാനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട അഭിവന്ദ്യ കുര്യാക്കോസ് മാർ ക്ലിമ്മീസ് മെത്രാപ്പോലീത്ത ഇവിടെ സൂചിപ്പിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. നമുക്ക് ഏറ്റവും ഇന്ന് വേണ്ടുന്നത് അതാണ്. അദ്ദേഹം പറഞ്ഞു, അരി കിട്ടി, അത് ഇന്നും കുറഞ്ഞിട്ടില്ല എന്ന്. കൊടുത്തുകൊണ്ടിരിക്കും തോറും നമുക്ക് വന്നുകൊണ്ടിരിക്കും. കൊടുക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും, കൊടുത്തില്ല എങ്കിൽ നമുക്ക് വരില്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് 100% യോജിപ്പാണ് ഞാൻ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും ചെയ്യാൻ ചന്ദനപ്പള്ളി വലിയ പള്ളിയുടെ ട്രസ്റ്റികൾ തീരുമാനിച്ചാൽ ഈ നാടിന്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് വ്യക്തിപരമായി മുൻകൈയെടുത്ത് സഹായിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ അറിയുകയാണ് ഈ സഭയെ. സാമൂഹ്യ പ്രവർത്തനത്തിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവർ, ദുഃഖം അനുഭവിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ കണ്ണീരൊപ്പുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അതിൽ വേണ്ടുന്നത് സ്നേഹവും ഐക്യവുമാണ്. ഒരിക്കൽ ഒരു രാജ്യത്ത് ശ്രേഷ്ഠ വനിതയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഒരു മത്സരം നടത്തുകയുണ്ടായി. ആ മത്സരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ആ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സമ്പത്ത് കൊണ്ടുവരികയും അത് സദസ്സിനെ ഉയർത്തി കാണുകയും ചെയ്യണം. അതായിരുന്നു ആ മത്സരം. ആ മത്സരത്തിൽ പങ്കെടുക്കാൻ നിരവധി സ്ത്രീകൾ വന്നു. ചെറുപ്പക്കാരികൾ, മധ്യവയസ്കർ, അതിസുന്ദരികൾ, സുന്ദരിപ്പട്ടം കിട്ടിയവർ, നിരവധി സ്ത്രീകൾ ആ ശ്രേഷ്ഠ വനിതയെ തിരഞ്ഞെടുക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നു. ആ മത്സരത്തിന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് മത്സര ദിവസം അടുത്തു വന്നു. ആ പട്ടണമാകെ അണിഞ്ഞൊരുങ്ങി ജനങ്ങൾ കാത്തുനിന്നു മത്സരം കാണാൻ. അങ്ങനെ മത്സരം ആരംഭിച്ചു. ആ മത്സരത്തിൽ ആദ്യം വന്ന സ്ത്രീ തനിക്ക് ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് തന്റെ പട്ടുസാരിയാണ് എന്ന് കാണിച്ചുകൊണ്ട് ഒരു പട്ടുസാരി വലത്ത് കൈകൊണ്ട് ഉയർത്തി കാണിച്ചു. രണ്ടാമത് വന്ന സ്ത്രീ തനിക്ക് ഏറ്റവും വിലപ്പെട്ടത് സ്വർണ്ണമാലയാണ് എന്ന് ഉയർത്തി കാണിച്ചു. മൂന്നാമത് വന്ന സ്ത്രീ തനിക്ക് ഏറ്റവും വിലപ്പെട്ടത് സ്വർണ്ണ ചെരുപ്പാണ് എന്ന് ഉയർത്തി കാണിച്ചു. നാലാമത് വന്ന സ്ത്രീ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പവിഴമാണ് എന്ന് ഉയർത്തി കാണിച്ചു. അങ്ങനെ ആ മത്സരത്തിൽ നിരവധി സ്ത്രീകൾ, യുവതികൾ, സുന്ദരികൾ കടന്നുപോയി. അവർക്ക് വിലപ്പെട്ടതെല്ലാം ഉയർത്തി കാണിച്ചു. വസ്ത്രം, സാരി, പട്ടുസാരി, സ്വർണ്ണമാല, പവിഴം, മുത്ത്, സ്വർണ്ണച്ചെരുപ്പ്, ഇങ്ങനെ സ്വർണ്ണ വാച്ച് എല്ലാം ഉയർത്തി കാണിച്ചു. അവസാനം ഒരു സ്ത്രീ കടന്നു വന്നു. മധ്യവയസ്കയായ സ്ത്രീ, വളരെ ശോഷിച്ച് ക്ഷീണിച്ച അവശയായ സ്ത്രീ കടന്നു വരികയാണ്. ആ സ്ത്രീ കടന്നു വന്നപ്പോൾ തന്നെ എല്ലാവരും ആർത്ത് ചിരിച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ആ സ്ത്രീയുടെ ഇടത് കൈയിൽ, ഇടത് തോളിൽ, ഇടത് എളിയിൽ 3 കുട്ടികളെ പിടിച്ചിരുന്നു. വലതു കൈയിൽ തൻ്റെ കണ്ണു കാണാൻ കഴിയാത്ത ഭർത്താവിനെ പിടിച്ചിരുന്നു. വലതു തോളിൽ ഒരു മരക്കുരിശുമേന്തിയിരുന്നു. ആ വലതു തോളിൽ ഒരു മരക്കുരിശും വലതു കൈയിൽ തന്റെ കണ്ണു കാണാത്ത ഭർത്താവിനെയും ഇടതു കൈയിൽ, ഇടതു തോളിൽ, ഇടതു ഒക്കത്ത് 3 കുട്ടികളെയുമായി ആ സ്ത്രീ കടന്നു വരികയാണ്. ആ സ്ത്രീ കടന്നു വന്നപ്പോൾ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ആ സ്ത്രീയെയാണ് ശ്രേഷ്ഠ വനിതയായി തിരഞ്ഞെടുത്തത്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് സ്വർണമല്ല, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പട്ടുസാരിയല്ല, പവിഴമല്ല, മുത്തല്ല. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്റെ ഭർത്താവും തന്റെ കുട്ടികളുമായി അടങ്ങുന്ന കുടുംബമാണ് എന്നാണ് ആ സ്ത്രീ ഈ സമൂഹത്തെ കാണിച്ചു കൊടുത്തത്. കുടുംബങ്ങളാണ് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായത്. നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഈ മരക്കുരിശാണ്. അതാണ് ആ സ്ത്രീ കാണിച്ചു കൊടുത്തത്. ഇന്ന് എത്ര പേർക്ക് അങ്ങനെ തന്റെ കുടുംബമാണ് വലുതെന്ന് ചിന്തിക്കാൻ കഴിയുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ഈ പെരുന്നാൾ ദിനത്തിൽ ചിന്തിക്കണം എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട്, ഇവിടെ ഏറ്റവും കൂടുതൽ സേവന തൽപരതയോടെ പ്രവർത്തിച്ച പ്രിയങ്കരനായ റമ്പാൻ അച്ഛനെ
അനുഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം പേരിൽ നാടിന്റെ പേരിൽ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ ക്ഷണിച്ച ഈ പള്ളിയുടെ ഇടവകയുടെ അംഗങ്ങളെയും ട്രസ്റ്റി ഭാരവാഹികളെയും എല്ലാവരെയും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാ ഭാവുകളും പെരുന്നാളിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ സമ്മേളനത്തിൽ ആശംസ നേരുന്നത് ഡോക്ടർ സജി ചാക്കോ, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. തീർത്ഥാടക ജില്ല എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന പത്തനംതിട്ട ജില്ലയുടെ പ്രസിഡന്റ്, പ്രമുഖ വിദ്യാഭ്യാസ മിഷൻ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലെ പ്രൊഫസർ കൂടിയാണ്. അതോടൊപ്പം തന്നെ പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുമായുള്ള ബന്ധവും ഇവിടെ സ്മരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഡോക്ടർ സജി ചാക്കോയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനും ബഹുമാന്യനുമായ അധ്യക്ഷൻ അഭിമന്യ കുര്യാക്കോസ് മാർ ക്ലീമിയസ് മെത്രാപ്പൊലീത്ത തിരുമേനി, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനും ആദരണീയനുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാബ തിരുമേനി, ഇന്ന് നമ്മൾ ആദരിച്ച പ്രിയപ്പെട്ട കെ ഫിലിപ്പ് എറമ്പാച്ചൻ, പ്രിയപ്പെട്ട നവാഭിഷിക്തനായ പ്രിയപ്പെട്ട സിൽവാനിയോസ് എറമ്പാച്ചൻ, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ നമ്മുടെ MLA ശ്രീ ചിറ്റയം ഗോപകുമാർ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, ഈ ഇടവക വികാരി ഫാദർ രാജു ഡാനിയേൽ, ട്രസ്റ്റി അഡ്വക്കേറ്റ് ബാബുജി കോശി, എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനും കാതോലിക് കോളേജിലെ പ്രിൻസിപ്പൽ കൂടിയായ ഡോക്ടർ ജോർജ് വർഗീസ്, ആദരണീയായ വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ചന്ദനപ്പള്ളി വലിയ പള്ളി പെരുന്നാളോടനുബന്ധിച്ച് നടക്കുന്ന തീർത്ഥാടന സംഗമത്തിൽ എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. എന്നെ വിളിച്ചപ്പോൾ പറയുണ്ടായി, ഓർത്തഡോക്സ് സഭയുമായിട്ടുള്ള എൻ്റെ ബന്ധം പത്തനംതിട്ട കോളേജിൽ പഠിച്ച ഒരു ബന്ധം ഇവിടെ പറയുകയുണ്ടായി. അതിനപ്പുറം എനിക്കൊരു ബന്ധമുണ്ട്. ഞാൻ ഒരു ഓർത്തഡോക്സുകാരൻ കൂടിയാണ്. കാരണം എന്നെ മാമോദിസ മുക്കിയത് എൻ്റെ ദേഹത്തുള്ള മൂറോൻ കുഴിമറ്റം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലാണ് എന്നെ മാമോദിസ മുക്കിയത്. എൻ്റെ മാതാവ് വാഴച്ചിറ പട്ടശ്ശേരിലെയാണ്. അത് കൂടാതെ ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികനായിരുന്ന ഫാദർ ഡോക്ടർ VM കുര്യാക്കോസ് പട്ടശ്ശേരിൽ അച്ഛൻ എൻ്റെ സ്വന്തം അമ്മാച്ചനും കൂടിയാണ്. അപ്പം അങ്ങനെ ഓർത്തഡോക്സ് സഭയുമായി എനിക്ക് വളരെ വളരെ അടുത്ത ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓർത്തഡോക്സ് പള്ളികളിൽ പോകുമ്പോൾ എൻ്റെ സ്വന്തം പള്ളിയിൽ പോകുന്ന ഒരു വികാരമാണ് എനിക്കുണ്ടാവാറുള്ളത്. ചന്ദനപ്പള്ളി വലിയ പള്ളിയുടെ ഈ തിരുനാൾ ആഘോഷത്തിലും ഈ തീർത്ഥാടന സംഗമത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഇക്കാലം ഇവിടെ ഒരു കാര്യം, എനിക്ക് ചന്ദനപ്പള്ളിയെക്കുറിച്ചും ഇവിടെയുള്ള ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ചെമ്പെടുപ്പിനെക്കുറിച്ചുമൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച സാംസ്കാരിക ഡയറക്ടറിയിൽ ചന്ദനപ്പള്ളിയുടെ പള്ളിയെക്കുറിച്ചും 2 സ്ഥലങ്ങളിൽ പ്രശസ്തമായ ആരാധനാലയങ്ങളുടെ കൂട്ടത്തിൽ ചന്ദനപ്പള്ളിയെക്കുറിച്ച് സാംസ്കാരിക ഡയറക്ടറി ചരിത്രരേഖയിൽ പരാമർശിച്ചിട്ടുണ്ട്. അതുകൂടാതെ ചന്ദനപ്പള്ളിയുടെ ആചാരാനുഷ്ഠാനങ്ങൾ, ഈ ജില്ലയിലെ പ്രാധാന്യമുള്ള ആചാര അനുഷ്ഠാനങ്ങളിൽ ചന്ദനപ്പള്ളിയിലെ ചെമ്പെഴുപ്പിനെ കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷേ ചന്ദനപ്പള്ളിയുടെ ഭക്തി നിർഭരമായ തിരുനാൾ ആഘോഷം, അതിനെക്കുറിച്ചും ചന്ദനപ്പള്ളിയുടെ മഹത്വത്തെക്കുറിച്ചുമൊക്കെ എനിക്ക് നന്നായി അറിയാം.
കൂടാതെ ഈ പള്ളി ഈ പ്രദേശത്ത് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. സാമൂഹിക സേവന രംഗത്തും ഭക്തി മാർഗത്തിലുമൊക്കെ ഈ പ്രദേശത്തെ നാനാജാതി മതസ്ഥർക്ക് ദിശാബോധം നൽകാൻ കഴിയുന്ന ഒരു പള്ളിയാണ് ചന്ദനപ്പള്ളി വലിയ പള്ളി. ഇവിടെ നിരവധി വലിയ ആളുകളെ സംഭാവന ചെയ്ത ഒരു പള്ളി കൂടിയാണ്. ഞാനും ഡോക്ടർ ജോർജ് വറീസുമൊക്കെ പത്തനംതിട്ട കോളേജിൽ MSc പഠിക്കുമ്പോൾ അന്ന് അവിടുത്തെ അധ്യാപകൻ കൂടിയായിരുന്നു ബഹുമാന്യനായ ക്ലീമീസ് മെത്രാപ്പൊലീത്ത തിരുമേനി. അപ്പോ ഈ പ്രദേശത്ത് വളരെ നല്ല ആത്മീയ നേതൃത്വം നൽകുന്ന ചന്ദനപ്പള്ളി വലിയ പള്ളിയുടെ തീർത്ഥാടന സംഗമത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. കൂടാതെ ഇന്ന് നമ്മൾ ആദരിക്കുന്ന ഫിലിപ്പ് എറമ്പാച്ചനും സിൽവാനിയോസ് എറമ്പാച്ചനും എല്ലാവിധ മംഗളങ്ങളും വിജയങ്ങളും പ്രവർത്തന ബാന്ധാവിൽ നല്ല നല്ല ദർശനങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ചന്ദനപ്പള്ളി വലിയ പള്ളി പെരുന്നാൾ ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. താങ്ക് യു സർ. ബഹുമാനപ്പെട്ട ചിറ്റയം ഗോകുമാർ അവർക്ക് ഇടവകയുടെ ഉപഹാരം ഇപ്പോൾ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് നൽകുന്നതാണ്. അതുകൂടി സ്വീകരിച്ചതിന് ശേഷമേ പോകാവൂവെന്ന് അറിയിക്കുന്നു. ഈ തീർത്ഥാടക സംഗമത്തോട് അനുബന്ധിച്ച് നടക്കുന്ന സുപ്രധാനമായ മറ്റൊരു ചടങ്ങാണ് ഈ ഇടവകയുടെ പ്രിയ മക്കൾ അഭിമന്യ സിൽവാനോസ് എറമ്പാച്ചനും ഡീക്കൻ ഡാനിയേലിനും നൽകുന്ന അനുമോദനം. ഇപ്പോൾ മൊമന്റോ ഉപഹാരവും വിതരണം ചെയ്യുകയാണ്. അഭിമന്യ സിൽവാനോസ് എറമ്പാച്ചന് മൊമന്റോ നൽകുന്നത് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് ആണ്. ഡീക്കൻ ഡാനിയേലിന് മൊമന്റോ നൽകുന്നത് തുമ്പൂൺ ഭദ്രാസനാധിപൻ അഭിമന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമനസ്സുകൊണ്ടുമാണ്. അതോടൊപ്പം തന്നെ ഇടവകയുടെ ഉപകാരം സിൽവാനോസ് എറമ്പാച്ചന് അംശവസ്ത്രത്തിന്റെ സെറ്റ് ബഹുമാനപ്പെട്ട ട്രസ്റ്റി അഡ്വക്കേറ്റ് ബാബജി കോശ് നൽകുന്നതാണ്. ഷമ്മാശനുള്ള ഉപഹാരം സ്ഥാനാരോഹണ സമയത്ത് തന്നെ ബേസിൽ ദേറായിൽ വെച്ച് ഇടവക നൽകിയിരുന്നു. അംശവസ്ത്രത്തിന്റെ സെറ്റ് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സിനെ ഏൽപ്പിക്കുകയും പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ് കൊണ്ട് റമ്പാച്ചന് വിതരണം ചെയ്യുകയും ചെയ്തു. ഇനിയും ഈ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് ജോസഫിനുള്ള ഉപകാരം പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ് കൊണ്ട് നൽകുന്നതാണ്. ബഹുമാനപ്പെട്ട ഡോക്ടർ സജി ചാക്കോയ്ക്കുള്ള ഉപകാരവും പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ് കൊണ്ട് നൽകുന്നതാണ്. ഈ സമ്മേളനത്തോടൊപ്പം തന്നെ യുവജന പ്രസ്ഥാനം ചന്ദനപ്പള്ളി യുവജന പ്രസ്ഥാനം ഡോക്ടർ സാമുവൽ ചന്ദനപ്പള്ളി അനുസ്മരണ ക്വിസ് കോമ്പറ്റീഷൻ മലങ്കര അടിസ്ഥാനത്തിൽ നടത്തുകയുണ്ടായി. അതിന്റെ ഉപഹാരം കൂടി വിതരണം ചെയ്യാൻ ഒന്നാം സമ്മാനം നേടിയ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് പുത്തൻകാവ്, രണ്ടാം സമ്മാനം നേടിയ സെന്റ് ആന്റണീസ് ഓർത്തഡോക്സ് ചർച്ച് തണ്ണിത്തോട്, ഇവിടെ രണ്ട് ഭാഗത്തു നിന്നും യുവജന പ്രസ്ഥാനം പ്രവർത്തകർ എത്തിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് ഉപഹാരങ്ങൾ നൽകിയത് ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പുത്തൻകാവ് യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി ഉപഹാരവും ക്യാഷ് അവാർഡും ഏറ്റുവാങ്ങുന്നു. സെന്റ് ആന്റണീസ് യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി തണ്ണിത്തോട് സെന്റ് ആന്റണീസ് യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി രണ്ടാം സമ്മാനത്തിന് അർഹരായവർ ക്യാഷ് അവാർഡും ഉപഹാരവും ഏറ്റുവാങ്ങുന്നു. ഇവിടെ നമ്മൾ നൽകിയ അനുമോദനങ്ങൾക്ക് മറുപടി പ്രസംഗം നൽകുകയാണ്. അഭിമന്യ ഫിലിപ്പ് എറമ്പാച്ചൻ ആദ്യം മറുപടി പ്രസംഗം നൽകുന്നതാണ്. അതിനുശേഷം അഭിമന്യ സിൽവാനോസ് എറമ്പാച്ചനും ബഹുമാനപ്പെട്ട ഷമ്മാശനും മറുപടി പ്രസംഗങ്ങൾ നൽകുന്നതാണ്.